സത്യം പറയല്ലോ, ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ മദ്രസക്ക് ഒരു ചടങ്ങാകുമ്പോ നമ്മുടെ ദീൻ അന്യം നിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മദ്രസ. പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കാറുണ്ടല്ലോ, ഇവനെ 10 വരെ മദ്രസ കിട്ടും, എന്നിട്ട് എന്താ കാര്യം? പലരും ഉസ്താദുമാരുടെ ഒക്കെ മേക്കട്ടേറും. അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം, അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ. പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിരവധിയായ സംഗതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഉസ്താദുമാര്. ഇത് കഴിഞ്ഞ് 23 മണിക്കൂറിലേറെ കുട്ടി ഉസ്താദുമാരുടെ ശ്രദ്ധയുടെ പുറത്താണ്. മദ്രസ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ ഒരുക്കാത്ത കാലത്തോളം മദ്രസയ്ക്ക് വെറുതെ വിടുക, വരിക, പോകുക, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ സദസ്സിൽ കുറെ രക്ഷിതാക്കളുണ്ട്, നമ്മുടെ മറക്കപ്പുറത്ത് ഇതിലേറെ സ്ത്രീകളുമുണ്ട്. ഏതെങ്കിലും ഒരു രക്ഷിതാവ് മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ മക്കളെ ബോധപൂർവം പരിശീലിപ്പിച്ചിട്ടുണ്ടോ? ടോയ്ലറ്റിലേക്ക് പോകുമ്പോ തലമറക്കണ എത്ര ആൺകുട്ടികളുടെ ഇവിടെ? വെറുതെ ഒന്ന് ആലോചിക്കുക. ഞാൻ ആക്ഷേപം പറയണതല്ല, കുറെ ആളുകൾ കാണും ചിലപ്പോ, അല്ലാഹു അങ്ങനെ ഉണ്ടാക്കട്ടെ. പക്ഷെ നമ്മൾ ബോധപൂർവം അങ്ങനെ ശ്രദ്ധിച്ച് നടപ്പിലാക്കാറുണ്ടോ? അത് മാത്രമല്ല, എത്ര 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 കാര്യങ്ങൾ. മദ്രസയിലെ ഏറ്റവും കൂടുതൽ ഉഷാറിൽ ഖുർആൻ ഓതിയ കുട്ടി. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിന്റെ വലിയ പരിപാടിയിലൊക്കെ തുടക്കത്തിൽ സൂറത്തുർ റഹ്മാനൊക്കെ ഓതാൻ അവനെയാണ് വിളിച്ചത്. അവന്റെ ആ ഓത്ത് കണ്ടിട്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. വാപ്പാക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് തന്റെ കൂട്ടുകാർക്കിടയിൽ. ആ കുട്ടിയെങ്ങാനും മദ്രസ നിർത്തിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടൊന്ന് ഓതിപ്പിക്കൂ നിങ്ങൾ. എത്ര കഷ്ടപ്പെട്ടാണ് ഉസ്താദുമാര് കുട്ടിയെ ദീന് പഠിപ്പിച്ചത്. ദർസിലൊക്കെ എത്തുന്ന ഉസ്താദിന് വലിയ പോരിഷുണ്ട്, അൽഹംദുലില്ലാ, ഒട്ടും കുറവല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുന്ന കുട്ടി നിസ്കാരം പഠിച്ചവനാണ്, ദീന് പഠിച്ചവനാണ്, നോമ്പ് പഠിച്ചവനാണ്, ഒളു എടുക്കാൻ പഠിച്ചവനാണ്. നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്ന് ചോദിച്ചാൽ 14 കൃത്യമായി പറയാൻ പറ്റണവനാണ്. മുണ്ടെടുക്കാൻ അറിയാം, അവന് കുളിക്കാൻ അറിയാം, എങ്ങനെയാണ് ശുദ്ധീകരണം എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയാണ്. അങ്ങനെ 100% ഇസ്ലാം പഠിച്ച് പരിശോധിച്ച് അത് പരിശീലിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പാകമുള്ള കുട്ടിക്കാണ് ഫഅല ഉസ്താദ് ഓതി കൊടുക്കുന്നത്. മറിച്ച് മദ്രസക്ക് വരുമ്പോഴോ മൂക്കൊലിപ്പിച്ചുകൊണ്ട് മുണ്ടഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത പാവം ഒരു പിഞ്ചോമന, അതിനെ പിടിച്ച് സ്നേഹിച്ച് മെല്ലെ 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 ദീന് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ പോലും തീരാത്ത അത്ര പാഠഭാഗങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കുട്ടികളെ വളരെ കലാപരമായി പഠിപ്പിക്കാൻ ശ്രമിച്ച്, മഖ്റജ് പഠിപ്പിച്ച്, ഖുർആനോത്ത് പഠിപ്പിച്ച്, ഫിഖ്ഹും അഖീദയും പഠിപ്പിച്ച്, പുതിയ നമ്മുടെ സിലബസ് ഒക്കെ അനുസരിച്ച് 5ാം ക്ലാസ് മുതൽ യുക്തിവാദത്തിന്റെ മാരകീയത പഠിപ്പിച്ച്, ഇത്രമേൽ കഠിനമായി അധ്വാനിക്കുന്ന ഉസ്താദുമാരോട് ചെറിയൊരു നീതിയെങ്കിലും നമ്മൾ കാണിക്കണം. കുട്ടികളെ മദ്രസ ഇങ്ങനെ വരുന്നു, ബാഗ് ചുഴറ്റി അങ്ങോട്ടോ എറിയണ്. പിറ്റേ ദിവസം രാവിലെ ഉമ്മയും കുട്ടിയും കൂടിയും തിരയാണ്, അമ്മ എന്റെ ബാഗ് എവിടെ നോക്കാൻ നമുക്ക് പറഞ്ഞിട്ട് 2 തെരഞ്ഞെടുക്കുകയാണ്. ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോ കണ്ടതാണ്, പിന്നെ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. സാധമാർക്ക് ചൂടാവാൻ പറ്റുമോ? ഇല്ല. പോക്സോ ചീത്ത പറയാൻ പറ്റുമോ? എഴുതി കൊണ്ടുവരണമെന്ന് ഗൗരവത്തിൽ പറയാൻ പറ്റുമോ? പുറത്ത് നിർത്താൻ പറ്റുമോ? ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റുമോ? എന്തിന് 11 സെക്കൻഡിലേറെ രൂക്ഷമായി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുമോ? ഇല്ല. ഈ പരിമിതികളെല്ലാം സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് കമ്മിറ്റിക്കാരുടെ എല്ലാം കേൾക്കണം. കുട്ടി തോറ്റാൽ സ്വാഭാവികമായും നടത്തിപ്പുകാർക്ക് വിഷമമുണ്ടാകും. ഒരു ക്ലാസ്സിൽ 4-5 കുട്ടിയൊക്കെ തോറ്റാൽ, പ്രത്യേകിച്ച് പൊതുപരീക്ഷയിൽ തോറ്റാൽ, റേഞ്ചിൽ നമ്മളെ മദ്രസ മാത്രം ബാക്കിലായാൽ സ്വാഭാവികമായും ഉസ്താദിനോട് ഭാരവാഹികൾ സംസാരിക്കും. അത് ചിലപ്പോഴൊക്കെ ഇത്തിരി ശൈലി മാറിയിട്ടൊക്കെ ആവും. ഇതൊക്കെ സഹിക്കണം. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറം കാസർഗോഡ്. അവിടെയാണ് കാക്ക കൂടുകൂട്ടിയതുപോലെ മുടി വെച്ച് ഒരു ക്ലാസ്സിൽ ഏകദേശം കുട്ടികളൊക്കെ വന്നപ്പോ ഒരു പാവപ്പെട്ട ഉസ്താദ് മുടി മര്യാദക്ക് മുറിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുത്തത്. അദ്ദേഹം കുട്ടികളോട് ഉപദേശിച്ചിട്ടൊന്നുമില്ല, മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇவ்விധം മര്യാദയില്ലാതെ വളർത്തുന്നതിന്റെ ദൂഷ്യവശങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഇന റസൂലുള്ളാഹി വിരോധിച്ചു മക്കളെ. ഖീലലി നാഫിഅൻ, ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാർ പെടുന്ന നാഫിഅനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. മൽ ഖസഉ, എന്താ ഈ ഖസഉ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അയ്യുഹ്ലക ബഅ്ദു റഅസി സബിയ്യി വതുത്രക ബഅ്ദു, കുട്ടികളുടെ തല കുറച്ച് മുണ്ടനം ചെയ്യുക, കുറച്ച് മുടി വെട്ടാതെ ഉപേക്ഷിക്കുക, ഇത്തിരി വെട്ടുക,
പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി കോലക്കേടാക്കുക. ഇതേതൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു കുട്ടിക്ക് ഈമാൻ കൂടി. ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറഞ്ഞു എന്റെ മുടി വെട്ടണം. ഉമ്മ പറഞ്ഞ പൈക്ക് അവിടെ നിന്ന് എന്തൊരു രസമുണ്ട്. ഇതാണ് പ്രശ്നം. ഉമ്മമാര് സപ്പോർട്ട് ചെയ്ത് പ്രണയിക്കണ എത്രയോ കേസുണ്ട്, ചാടിപ്പോണ കേസുണ്ട്. ബെസ്റ്റിയോടും ലവറോടൊപ്പം സിനിമക്ക് പോണ കേസുണ്ട് ഉമ്മ സമ്മതിച്ചിട്ട്. അതൊക്കെ അങ്ങനെ തന്നെ അല്ലേ, പുതിയ കാലല്ലേ എന്നൊക്കെയാണ്. ഉമ്മ കോലം കെട്ട ഈ കുട്ടിയുടെ മുടിയെ നോക്കിയിട്ട് പറയാണ് എന്തൊരു സന്തോഷമുണ്ട്, നിന്നെയും കൊണ്ട് എങ്ങടേലും പോകുമ്പോ ഒരു വല്ലാത്തൊരു അഭിമാനാണ്. എന്റെ മുടിയൊക്കെ കാണുമ്പോ വെട്ടേ പൊയ്ക്കോനെന്നും പറഞ്ഞിട്ട് ആ ഉമ്മ വഴക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ കുട്ടി ബാത്റൂമിൽ കയറി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വെട്ടി പാകപ്പെടുത്തി. സ്വാഭാവികമായി ഉമ്മക്ക് പറ്റാത്ത കോലത്തിലായി. ഉമ്മ ഫോട്ടോ എടുത്തു, വാപ്പാക്ക് വിട്ടുകൊടുത്തു. ഗൾഫിലുള്ള വാപ്പ കൂട്ടുകാരുടെ വാട്സാപ്പിലേക്കൊക്കെ വിട്ടുകൊടുത്തു. പിറ്റേ ദിവസം ആ ഉസ്താദ് ഇത്തിരി വൈകി വരാൻ സദർ ഉസ്താദ് ഫോൺ വിളിക്കുകയാണ്. ഉസ്താദ് എവിടെ എത്തി? അപ്പൊ വൈകിയതിനെന്തോ വഴക്ക് പറയാനാന്ന് കരുതിയിട്ട് ആ പാവപ്പെട്ട ഉസ്താദ് ഞാൻ പുറത്തിറങ്ങിയപ്പോ സാധാരണ വരുന്ന വണ്ടി അതിങ്ങനെ കാത്തു നിന്നപ്പോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സദർ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ വരാത്തത് നന്നായി, വണ്ടി കിട്ടാത്തത് വളരെ നന്നായി, മദ്രസയിൽ നിറച്ച ആൾക്കാരാണ്, നിങ്ങളെ തല്ലാൻ വന്നതാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ വരും, എന്റെ വസ്ത്രങ്ങൾ അവിടെയാണ്, എന്റെ വസ്തുക്കൾ അവിടെയാണ്. സദർ ഉസ്താദ് പറഞ്ഞു ഒന്നും നിങ്ങളോട് വരണ്ട, ഒക്കെ ഞങ്ങൾ വീട്ടിൽ കിടത്തിച്ചേരും, ഇന്ന് ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വൈകിയത് എന്ന്. ഇതാണ് ഉസ്താദിന്റെ ദുര്യോഗം. നേരത്തെ മോനെ വിടാത്തതുകൊണ്ട് ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് പോക്സോയിൽ തമാശക്ക് കേസ് കൊടുത്ത രക്ഷിതാവുണ്ട്. കമ്മിറ്റിക്കാർ ചോദിച്ചു, പാവല്ലടാ ഉസ്താദ്, എത്ര കൊല്ലായി നമ്മുടെ മദ്രസയിൽ, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനാശാസ്യത നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പഠിപ്പിക്കണയിൽ എന്തെങ്കിലും ഒരു ലോപം വരുത്തിയിട്ടുണ്ടോ? എന്തിനാണ് ഈ കേസ് കൊടുത്തത്? അപ്പൊ ചെങ്ങാതി പറയാം, ഞാനൊരു തമാശക്ക് മുമ്പേ പേടിപ്പിക്കാൻ കേസ് കൊടുത്തതാണ്. ഈ കേസിനൊരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പിൻവലിക്കാൻ പറ്റൂല. പിൻവലിച്ചാൽ ഇരയെ സ്വാധീനിച്ചു എന്നും പറഞ്ഞ് ക്രൈമിലായിട്ടുള്ള മറ്റൊരു കുറ്റം വരും. ഇനി ബാക്കിയൂടെ കേൾക്കുക. തമാശക്ക് പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത കേസിന് വിധി വന്നത് 64 വർഷമാണ്. ആ പാവപ്പെട്ട ഉസ്താദ് ജയിലിൽ കിടക്കേണ്ടത്. റാഗിങ് ഇങ്ങനെ കൂടുന്ന എന്തുകൊണ്ടാണ്? വടിയടിക്കാൻ പറ്റൂല രക്ഷിതാക്കൾക്ക്.